ഹലോ ഹലോ, അൽസാദിന്റെ പേരന്റല്ലേ? അതെ, അൽസാദിന്റെ പേരന്റ്. എന്താ പറ്റി? സാറേ, സ്കൂളിൽ നിന്ന് വിളിക്കുവാണേ സാർ. എന്ത് പറ്റി? മോനെ ക്ലാസ്സിലെങ്ങാണ്ട് 2 പേര് തമ്മിൽ അടി കൂടിയെന്ന് പറയുന്നു കേട്ടോ. മോനെ അങ്ങോട്ടല്ല, മറ്റവൻ ഇങ്ങോട്ട് വന്നെന്നാ മോൻ പറയുന്നേ. പരിക്ക് ആർക്കപ്പോ ഉള്ളത് അത് പറ. അതെ, വായിക്കെങ്ങാണ്ട് ചെറിയായിട്ട് തട്ടിയെന്നോ മോനെ. സാധത്തിനാണോ തട്ടി? കൈ കൊണ്ടെങ്ങാണ്ട് തട്ടിയെന്ന് വായില്. അന്നേരം പല്ലെങ്ങാണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞേക്കുന്നു ചെറിയുടെ അവിടെ. എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ട് കവളി മാന്തിയെന്നും പറയുന്നു. പക്ഷെ അവിടെ ഒരു പാട് കിടക്കുന്ന കറുത്ത് നേരത്തെ ഉള്ളയാന്നും പറയുന്നു. എന്തായാലും ചെറുക്കനെ ഞങ്ങൾക്ക് ചിരി കാണാൻ തിരിച്ചും കാണാൻ കിട്ടുമോ? ഇടിയല്ലടാ കൊണ്ടിട്ട്. അല്ല, കാര്യം എന്താ പറയാ, ഞങ്ങൾ ഈ ഫീസും എല്ലാടെ കൊടുത്ത് ചെറുക്കനെ കൊണ്ടാക്കി ഇടിയല്ലാടെ മേടിച്ച്. ഒന്നാമത് പഠിത്തത്തിൽ അവനിപ്പം 10ൽ 100 പൂജ മേടിക്കുന്നെന്ന് പറയുന്നു. അവിടെ എഴുതി വെച്ചു. അല്ലേ? ഇപ്പൊ മാർക്കുണ്ടല്ലേ? അതിപ്പോ രണ്ടിടത്ത് ട്യൂഷൻ വിടുന്നുണ്ടോ? ഇപ്പൊ എന്താ, ഞാൻ വരണോ? ആംബുലൻസുമായിട്ട് എങ്ങനെ വരണോ? അതോ അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ തന്നെ അയക്കുമോ? മെഡിക്കൽ കോളേജിലോട്ട് അയച്ചാൽ ഉപകാരമായിരുന്നു. കാര്യം പെണ്ണുപിള്ളയ്ക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്യും, കോട്ടയത്തോട്ട് കൊണ്ടുപോകാം. ആംബുലൻസ് വരട്ടോ? അതിപ്പോ എന്താ വേണം? അല്ല, ഉണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറാണോ വിളിക്കുന്നേ? അതൊന്നും കാണുന്നില്ലല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. നീ കണ്ണിനും ഇടിച്ചോ? കൊള്ളാം. ഇടി കണ്ണിനും കൊടുത്തു. അത് ഞങ്ങള് പാരമ്പര്യമായിട്ട് കിട്ടുന്ന, ഞങ്ങളെ എല്ലാവർക്കും ചുമന്നായിരിക്കുന്ന കണ്ണ്. ഞങ്ങളെ അറിയപ്പെടുന്ന തന്നെ ചുമന്ന കണ്ണുകളെന്നാ. ഇപ്പൊ എന്ത് അവസ്ഥ പറ, സ്ഥിതി എന്തോന്ന് പറ. അതെ, ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട്? കുഴപ്പമെല്ലാം ഉണ്ടോ? അല്ല, അത് കാര്യം എന്തായാലും കുഴപ്പമില്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വന്നാൽ മതിയല്ലോ. എന്നാ കുഴപ്പമില്ല. പിള്ളേരാകുമ്പോ അടി ഇടി തടയൊക്കെ സ്വാഭാവികമല്ലേ? അതേപോലെ നമ്മൾ പണ്ട് പോലെ കാണുന്നില്ലേ? അതിനകത്തൊന്നും കാര്യം. തീർച്ചയായിട്ടും ചെയ്യണം. അല്ല ഞാൻ അത് നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുക. നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുക. അതാണ് തീർച്ചയായിട്ടും. പിന്നെ അതുകൊണ്ടാണല്ലോ പിള്ളേർ കിടന്ന് ഇടിക്കുന്നത്. ഒരു മര്യാദയില്ലാത്ത ഇടിയില്ലേ ഇടിക്കുന്നത് അവിടെ? ആണോ? എന്നിട്ട് അവന് വല്ലതും കൊടുത്തോ തിരിച്ച്? എന്നാലും വേണ്ടില്ല, മാന്തിയെങ്കിലും ചെയ്തില്ലേ? പോട്ടെ. എന്തായാലും രണ്ടുപേരെയും വിളിച്ച് പെരട്ടിയൊക്കെ നിർത്തുക. കാര്യം പിള്ളേരൊക്കെ ഇങ്ങനെ ഇടി തുടങ്ങിയാലേ. ഇടിച്ച് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തേ രണ്ടിനെയുടെ പിടിച്ച് പണിഷ്മെന്റ് എന്തായാലും ഒക്കെ കൊടു. ശരി.